അതായത് ഞങ്ങൾ ഇപ്രാവശ്യം 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഈ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ആരാണ് എന്നാണ് നമുക്ക് അറിയാൻ പാടില്ല. UDF പാർലമെന്ററി പാർട്ടി ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞതിലെ ഔചിത്യമില്ലായ്മയെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇതും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ 4 പേരിൽ ആരെ മാറ്റുന്നതിനെ കുറിച്ചാണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ആദ്യം മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറവൂര് ഒഴിയുകയാണ്. പറവൂര് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവിടെ അവസരം നൽകുക, അതിനുള്ള ആർജവവും ധൈര്യവും ഒക്കെ വി ഡി സതീശൻ കാണിക്കുമോ? PM സുധീരൻ വന്നു കഴിഞ്ഞാൽ തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇളക്കം തട്ടുമോ എന്ന് ഭയന്നിട്ട് തന്നെയാണ് ഇന്ന് ഈ ഇന്ത്യൻ എക്സ്പ്രസിന് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. 3 ടൈം ആയിട്ടുള്ള MLA-മാരെ ആരെയും മത്സരിപ്പിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് ധൈര്യമുണ്ടോ? എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്നൊരു നിലപാട് കൂടി വി ഡി സതീശൻ എടുത്തേക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 50% സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കുന്നു. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ദി ഇന്ത്യൻ എക്സ്പ്രസിന് വി ഡി സതീശൻ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ ഇപ്രാവശ്യം 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഈ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ആരാണ് എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ പറയേണ്ട ആൾ KPCC പ്രസിഡന്റാണ്, അല്ലെങ്കിൽ KPCCയുടെ വക്താക്കന്മാരാണ്. ഇതാരുമല്ലാത്ത UDF പാർലമെന്ററി പാർട്ടി ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞതിലെ ഔചിത്യമില്ലായ്മയെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പല കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇപ്പൊ സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്, സതീശൻ തന്നെയാണ് KPCC പ്രസിഡന്റ്, സതീശൻ തന്നെയാണ് പാർട്ടി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വി ഡി സതീശനും സുനിൽ കനകലുവും കൂടെ ചേർന്ന് ഇപ്രാവശ്യം ഒരുപാട് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇതും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 62 വയസ്സുകാരനാണ് KC വേണുഗോപാൽ, 61 വയസ്സുള്ള ആളാണ് ശ്രീ വി ഡി സതീശൻ, 68 വയസ്സ് പ്രായമുള്ള ആളാണ് ശ്രീ K മുരളീധരൻ, 69 വയസ്സ് പ്രായമുള്ള ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഈ 4 പേരിൽ ആരെ മാറ്റുന്നതിനെ കുറിച്ചാണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. K മുരളീധരൻ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. ശ്രീ KC വേണുഗോപാൽ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. ഇടയ്ക്ക് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വക്കീൽ പണിക്ക് പോയ ആളുടെ പേരാണ് വി ഡി സതീശൻ. അതിനുശേഷം ജോസഫ് വാഴക്കനാണ് ഈ വി ഡി സതീശനെ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വന്ന വി ഡി സതീശൻ 4 തവണ പറവൂരിൽ നിന്ന് MLA ആയി. ഇനി യുവാക്കൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പറവൂരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് വി ഡി സതീശൻ തയ്യാറാകുമോ? അതല്ലെങ്കിൽ അവിടെ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ അവിടെ ഒരു സ്ത്രീക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കാനായിട്ട് വി ഡി സതീശൻ തയ്യാറാകുമോ? പറവൂർ സീറ്റ് വി ഡി സതീശൻ വിട്ടു നൽകുക. ആ വിട്ടു നൽകിയതിനു ശേഷം ഏതെങ്കിലും ഇപ്പം നേമത്ത് പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാവുമോ? ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊല്ലത്ത് കിടക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നം പാടിയിരുന്ന കാസർഗോഡ് പോയിട്ട് അവിടെ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട് പറവൂര് തുടർച്ചയായി വിജയമുണ്ട്. ഇപ്പോൾ അവിടെ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. വി ഡി സതീശനും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥി ഇട്ട് കഴിഞ്ഞാൽ അവിടെ വിജയിച്ച് കയറി പോരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ വി ഡി സതീശൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറവൂര് ഒഴിയുകയാണ്. പറവൂര് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവിടെ അവസരം നൽകുക, ഞാൻ നേമത്തേക്ക് പോയി മത്സരിക്കാം, അതല്ലെങ്കിൽ ധർമ്മടത്ത് പോയി മത്സരിക്കാം, അതല്ലെങ്കിൽ മട്ടന്നൂർ പോയി മത്സരിക്കാം, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ പോയി മത്സരിക്കാം എന്ന് പറയട്ടെന്നേ. തളിപ്പറമ്പിലൊക്കെ ഒരുപക്ഷെ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം വി ഡി സതീശൻ പോയി മത്സരിച്ചു കഴിഞ്ഞാൽ. അതിനുള്ള ആർജവവും ധൈര്യവും ഒക്കെ വി ഡി സതീശൻ കാണിക്കുമോ? അത് കാണിക്കാതെ ഇവിടെ വന്നിട്ട് ഈ പൊളിറ്റിക്കൽ ബ്ലണ്ടർ അടിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന കാര്യമാണ്? ഒരു കാരണവശാലും ഞാനൊരു കാര്യം, സുപരിചിതമായ ചില മുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പന്തളം സുധാകരനെ ഒക്കെ മാറ്റി നിർത്താൻ വേണ്ടി സാധിച്ചേക്കാം. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കത്തില്ല. KC വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമോ? K മുരളീധരനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുമോ? VM സുധീരനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമോ? ഈ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുമോ? സാധിക്കത്തില്ലെന്നേ. തൃശ്ശൂരൊക്കെ VM സുധീരൻ ഒരു അവിഭാജ്യ ഘടകമാണ്.
VM സുധീരൻ തിരിച്ച് രാഷ്ട്രീയ മത്സരത്തിന് ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്ന് അറിഞ്ഞതിനെ തുടർന്നുള്ള ചില പ്രസംഗങ്ങളാണ്, അല്ലെങ്കിൽ ചില പ്രസ്താവനകളാണ് ശ്രീ VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എത്ര ഒരു അല്പത്തരമാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. കാരണം VM സുധീരനെ പോലെ ഉള്ള ഒരു നേതാവ് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ തൃശ്ശൂര് VM സുധീരൻ മത്സരിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ VM സുധീരൻ വന്നു കഴിഞ്ഞാൽ തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇളക്കം തട്ടുമോ എന്ന് ഭയന്നിട്ട് തന്നെയാണ് ഇന്ന് ഈ ഇന്ത്യൻ എക്സ്പ്രസിന് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ഇത് ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്? KPCCയുടെ പല നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കും അറിയത്തില്ല, KPCC ഇരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇദ്ദേഹം പറയുകയാണ് 50% സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയിട്ട് റിസർവ് ചെയ്യും. അതായത് എല്ലാം കണ്ടുപരിചിതമായ മുഖങ്ങളായിരിക്കില്ല ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന്. അതായത് VD സതീശൻ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ വന്ന് റീൽസ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമെന്നാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വളരെ വലിയൊരു പരാജയമായിരിക്കും എന്നുള്ളൊരു സാമാന്യ ബോധത്തിലേക്ക് VD സതീശൻ വരണം. ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് പയ്യന്നൂരുകാരനായിട്ടുള്ള KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചപ്പോഴാണ് വിജയിച്ചിട്ടുള്ളത്. കണ്ണൂരുകാരനായിട്ടുള്ള റോജി M ജോൺ അങ്കമാലിയിൽ വന്ന് നിന്നിട്ടാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ അത് ഒരു കാരണവശാലും വിജയിക്കില്ലാത്ത സീറ്റിലേക്കാണ് കൊല്ലത്ത് നിന്ന് അദ്ദേഹം പോയി മത്സരിച്ചത്. അതോടൊപ്പം തന്നെ അടൂരുകാരനായിട്ടുള്ള രാഹുൽ മാങ്കുട്ടം പാലക്കാട് പോയി നിന്ന് മത്സരിച്ചാണ് ജയിച്ചിട്ടുള്ളത്. പട്ടാമ്പിക്കാരനായിട്ടുള്ള ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ചാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും രാഷ്ട്രീയ അഭയം തേടി മറ്റു പല മണ്ഡലങ്ങളിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് VD സതീശൻ ഒരു കാര്യം പ്രഖ്യാപിക്കുന്നേ, 3 ടൈമായിട്ടുള്ള MLA-മാരെ ആരെയും മത്സരിപ്പിക്കില്ല എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് VD സതീശന് ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു ധൈര്യം VD സതീശൻ കാണിച്ചാൽ അതിന് ഏറ്റവും ആദ്യം മാതൃക കാണിക്കേണ്ടത് VD സതീശൻ തന്നെയാണ്. VD സതീശൻ മാറി നിൽക്കണം. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണം. തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കട്ടെ. തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവം കാണിക്കുക. എനിക്കിതൊന്നും ബാധകമല്ല, മറ്റെല്ലാവർക്കും ഇത് ബാധകമാണ് എന്നുള്ള രീതിയിലുള്ള ഈ VD സതീശന്റെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരളം കണ്ട രാഷ്ട്രീയക്കാരിലെ ഏറ്റവും വലിയ മികച്ച നടൻ നമ്മുടെ മമ്മൂട്ടിയോ മോഹൻലാലോ അതല്ലെങ്കിൽ ദിലീപോ ജയറാമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒന്നുമല്ല, അവരെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഭരത് അവാർഡ് നേടാൻ സാധ്യതയുള്ള അഭിനയമാണ് VD സതീശൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ മികച്ച നടനാണ് VD സതീശൻ. അതുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. VD സതീശൻ 2021 പ്രതിപക്ഷ നേതാവായിട്ട് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഇതിപ്പോൾ അതേ 2026 ആകാൻ വേണ്ടി പോകുന്നു. ഈ സർക്കാരിനെതിരെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ജനകീയ സമരം സംഘടിപ്പിച്ചത് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പൊ കേരളിന്റെ സമരങ്ങളൊക്കെ പറഞ്ഞേക്കാം, പക്ഷെ ഈ കേരയിൽ സമരമൊന്നും VD സതീശന്റെ വിജയമല്ലെന്നേ, അതല്ലെങ്കിൽ KPCCയുടെ വിജയമല്ല, അത് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്ത സമരമാണ്. ജനങ്ങളുടെ അടുക്കളപ്പുറത്ത് മഞ്ഞക്കുറ്റി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങിയതാണ് കേരളയിൽ സമരം വിജയിക്കാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് അത് VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമല്ല. VD സതീശൻ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നും VD സതീശൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെയുള്ള VD സതീശനാണ് ഇന്ന് വന്നിട്ട് പറയുന്നത് ഒരു പാർട്ടി തീരുമാനം VD സതീശൻ പ്രഖ്യാപിക്കുന്നത്. ഇതിലെന്ത് മര്യാദയാണുള്ളത്? ഇപ്പം VD സതീശൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പൊ കേന്ദ്രത്തിനോടോ അല്ലെങ്കിൽ പറയുന്ന വേറെ ആരോടും, പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളോട് ആരോടും ആലോചിക്കാതെ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ഇറക്കിയിട്ടുണ്ട്. VD സതീശന്റെ ഈ നിലപാടിനോട് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാവുന്ന എതിർപ്പ് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം VD സതീശൻ തൻ്റെതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ അവതരണത്തിനെതിരെ ഏറ്റവും ആദ്യം രംഗത്ത് വന്നത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. ഇതിനു മുമ്പ് KPCC ഭാരവാഹികൾ വരുന്നതിന് മുമ്പ് കേരളം പിടിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു വലിയ ഉഗ്രൻ ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ കനകുലുവിന്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ടൊക്കെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ എത്തിയിരുന്നു. അന്ന് VD സതീശൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് VD സതീശനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് പരസ്യമായി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് AP അനിൽകുമാറാണ്. അത് കൂടാതെ തന്നെ പല നേതാക്കന്മാർക്കും VD സതീശന്റെ ഇങ്ങനെയുള്ള പ്രസ്താവനകളോട് എതിർപ്പുണ്ടെന്നേ. VD സതീശനല്ല കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കൂട്ടമാണ്. ആ കൂട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് VD സതീശന് നൽകിയിട്ടുള്ളത് എങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. മറിച്ച് KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ KPCC പ്രസിഡന്റ് കം പ്രതിപക്ഷ നേതാവ് കം DCC പ്രസിഡന്റ് കം നിയോജക മണ്ഡലം പ്രസിഡന്റ് കം മണ്ഡലം പ്രസിഡന്റ് കം ബ്ലോക്ക് ബൂത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു ബോർഡ് വെച്ച് നടക്കട്ടെ.
ഇത് ഓരോ തലത്തിലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അധികാരങ്ങൾ വേണ്ടേ? ഇത് വി.ഡി. സതീശൻ വന്നിട്ട് ഓരോ പ്രസ്താവന നടത്തുകയാണ്. ഇത് UDF ആലോചിച്ചിട്ടുണ്ടോ? 50-50 റേഷ്യോ പറയുന്ന സമയത്ത് ഇത് UDF ആലോചിച്ചെടുത്ത തീരുമാനമാണോ? അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അത് പ്രാക്ടിക്കലി പോസിബിൾ ഒക്കെയാണോ? സാധ്യമാണ്. പക്ഷെ ഇത്രയും ആളുകളെ കണ്ടെത്തേണ്ടെന്നേ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സാംസ്കാരിക മേഖലയിൽ എന്ന് പറഞ്ഞ്, ബിസിനസ് രംഗത്തെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തെന്ന് പറഞ്ഞ് ഒക്കെയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള വി.ഡി. സതീശന്റെ അടവാണ്. അതിന്റെ പിന്നിലൊക്കെ വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതിനെ നമ്മൾ അത്ര ഒരു നിസ്സാരവൽക്കരിച്ച് കാണരുത്. സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇപ്പോൾ ജനങ്ങൾ നിലവിലുള്ള LDF സർക്കാരിന് ചെറിയ രീതിയിൽ എതിരായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ത്രിതല പഞ്ചായത്തിൽ കണ്ടത്. അപ്പൊ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് MLA ആക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാമ്പത്തികം മേടിക്കുന്നു. അതിനുശേഷം പൊതുസമൂഹത്തിൽ അയാളെ അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ്, ഇയാൾ പ്രൊഫഷണൽ രംഗത്തെ മികവ്, ആ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഞങ്ങൾ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്. പക്ഷെ ഈ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സമയത്ത് ഈ ആൾ പിന്നീട് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കുമോ എന്നുകൂടി പരിശോധിക്കേണ്ട പാർട്ടി. മറിച്ച് ജനങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കാത്ത, മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലും UK-യിലും അല്ലെങ്കിൽ ദുബായിലും ഒക്കെ മാത്രം കറങ്ങി നടക്കുന്ന ആളുകളെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് കാശ് മേടിച്ച് മത്സരിപ്പിച്ചതിന് ശേഷം ഇവർ ഏതെങ്കിലും കാരണവശാൽ വിജയിച്ചു പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഈ തോമസ് ചാണ്ടിക്ക് ആദ്യമായിട്ട് കുട്ടനാട്ടിൽ സീറ്റ് കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ ആ കുട്ടനാടുകാർക്ക് 10-15 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന ദുരിതം എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യം അറിയാവുന്നതല്ലേ? ആ MLA കാണണമെന്നുണ്ടെങ്കിൽ കുവൈറ്റിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള ഒരാൾ MLA ആയി. അദ്ദേഹത്തെ കാണണമെങ്കിൽ കുട്ടനാടുകാർക്ക് എറണാകുളം വരേണ്ട അവസ്ഥയായി. എന്ന് പറഞ്ഞ പോലെയുള്ള സ്ഥാനാർത്ഥി നിശ്ചയമാണ് വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ കലഹങ്ങൾ ഉണ്ടാവും. നിസ്സാരമായിരിക്കില്ല അതൊന്നും. വി.ഡി. സതീശൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാംസ്കാരിക പ്രവർത്തകർ എന്നും പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശന് വളരെ വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. നടക്കില്ലതൊന്നും. അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസർമാരെയൊക്കെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കും വി.ഡി. സതീശന്റെ മനസ്സിലുള്ളത്. പക്ഷെ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ കോൺഗ്രസിനകത്ത് ശക്തമായ അടി നടക്കും. വി.ഡി. സതീശൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ ഒരു അനുകൂലമായ ഒരു നിലപാടുണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട്. അത് വി.ഡി. സതീശന്റേതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഐ ആം ദ ഓൺലി വൺ പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് സൂപ്പർ ഹീറോ ചമയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയല്ലേ. ആ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ആലോചിച്ചിട്ടല്ലേ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. പാർട്ടിയുടെ പ്രസിഡന്റോ പാർട്ടിയുടെ വക്താവോ ഒക്കെ അല്ലേ പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. ഇത് UDF ആലോചിച്ചിട്ടുണ്ടോ? ഇത് P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എന്ത് വാല്യൂ ഉള്ളത്? പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് എന്ത് വാല്യൂ ആണുള്ളത്? ഇപ്പൊ മുസ്ലിം ലീഗിന് 50% സ്ത്രീകളെ നിർത്താൻ വേണ്ടി സാധിക്കുമോ? 50% സ്ത്രീകളും യുവാക്കളും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 25% സ്ത്രീകളെ മുസ്ലിം ലീഗിന് നിർത്താൻ വേണ്ടി സാധിക്കുമോ? അവരുടെ ഒരു സാമുദായിക ഘടനയൊക്കെ വെച്ചിട്ട് 25% സ്ത്രീകളെ പോയിട്ട് 2% സ്ത്രീകളെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ ഞാൻ ചോദിച്ചത് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന്. മുസ്ലിം ലീഗിലൊക്കെ ഇല്ലെങ്കിലും കോൺഗ്രസിനകത്ത് വേണമെങ്കിൽ നടപ്പിലാക്കാം. പക്ഷെ ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ? കാരണം ഇദ്ദേഹം UDF ചെയർമാനാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അത് UDF നിലപാടാണ്, ഒരിക്കലും പാർട്ടി നിലപാടല്ല. പാർട്ടി നിലപാടായിരുന്നെങ്കിൽ അത് ആരാ പറയേണ്ടത്? സണ്ണി ജോസഫാണ് പറയേണ്ടത്. അദ്ദേഹമാണ് KPCC പ്രസിഡന്റ്. അതല്ലെങ്കിൽ പാർട്ടിയുടെ വക്താക്കൾ ആരെങ്കിലും പറയണമായിരുന്നു. ഇത് എന്തുവാണ് വി.ഡി. സതീശൻ കാണിച്ചു കൂട്ടുന്നതെന്ന് വി.ഡി. സതീശന് തന്നെ അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. വി.ഡി. സതീശനെ നിയന്ത്രിക്കുകയാണ് ഹൈക്കമാൻഡ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സൂപ്പർ ഹീറോ ചമയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ വെട്ടിലാക്കുന്ന ഉത്തരവാദിത്വം വി.ഡി. സതീശൻ തന്നെ ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്നൊരു നിലപാട് കൂടി വി.ഡി. സതീശൻ എടുത്തേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.